ദൈവസ്നേഹം അനാദി സ്നേഹമാണ്. ദൈവശാസ്ത്രപരമായി അത് പറയാതെ നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ ഞാനതൊന്ന് വ്യക്തമാക്കാം. ഞങ്ങൾ മക്കൾ 4 പേരാണ് മാതാപിതാക്കൾക്കുള്ളത്. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മകൻ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത്? അതിനെൻ്റെ മാനുഷികമായ മറുപടി എൻ്റെ അമ്മയാണെന്നാണ്. എൻ്റെ അമ്മ എപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ, എൻ്റെ അമ്മ ഗർഭവതിയാണെന്നറിഞ്ഞപ്പം മുതൽ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമല്ലേ എന്ത് സൂക്ഷിച്ച അമ്മ ജീവിച്ചത്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എത്ര ആഹാരം അമ്മ മനസ്സോടെ വേണ്ടെന്ന് വെച്ചു. എത്ര ത്യാഗോജ്ജലമായൊരു ജീവിതം. അമ്മ ഛർദ്ദിച്ചതിന് കയ്യും കണക്കുണ്ടോ? എൻ്റെ അമ്മയുടെ മാത്രമല്ല, എല്ലാ അമ്മമാരുടെയും കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതെന്നോടുള്ള എൻ്റെ അമ്മയുടെ സ്നേഹമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ, അതറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ മാതാപിതാക്കൾ അവരുടെ മൂത്ത മകൻ എന്ന നിലയിൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 3 സഹോദരങ്ങളാണ്. അവരുണ്ടായി പിച്ചവെച്ച് നടന്ന് അറിവായ ശേഷമാണ് അവരുടെ മൂത്ത സഹോദരൻ എന്ന നിലയിൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കളാണ്. അവരുണ്ടായ ശേഷമാണ് അവരുടെ അപ്പൻ എന്ന നിലയിൽ അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇന്ന് രാത്രി സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയാം, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പൂർവികർ ഉണ്ടാകുന്നതിന് മുമ്പ്, അതിനപ്പുറത്തേക്ക് ചെന്നാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, എൻ്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദിയിലെ എന്നെ സ്നേഹിച്ചിരുന്നു. ആ ദൈവിക സ്നേഹമാണ്, ആ ദൈവിക തെരഞ്ഞെടുപ്പാണ് ഈ രാത്രി പുൽപ്പിറ്റിൽ നിൽക്കാൻ, ഈ പുൽപ്പിറ്റിൽ ഇരിക്കാൻ, ഈ കസേരയിൽ, ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭ്യമായതെന്നോർത്ത് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ ദൈവത്തിന്റെ സ്നേഹം, നിത്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണ്.